മലപ്പുറം ജില്ല എപ്പോഴും യു.ഡി.എഫിന് പൊന്നാപുരം കോട്ട തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിന് ചിലയിടങ്ങളിൽ കാലിടറി എന്നത് സത്യമാണ്. അതുപോലെ കോൺഗ്രസിന് എപ്പോഴും പരാതികളും പരിവട്ടങ്ങളും പറയാൻ ബാക്കിയുണ്ടാകുന്ന ജില്ല കൂടിയാണ് മലപ്പുറം. പാണക്കാട് തങ്ങന്മാരുടെയും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെയും ഇടയിൽപ്പെട്ട് എരിഞ്ഞ് അമരുകയാണോ മലപ്പുറത്ത് കോൺഗ്രസ് എന്നൊരു സംശയം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിലെ അനൈക്യം കാരണമായിരിക്കാം മലപ്പുറത്തിന്റെ മണ്ണിൽ ചില കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്ര വേരുറപ്പിച്ചത്. അതും പഴയ കോൺഗ്രസ് ലീഗ് നേതാക്കളായിരുന്നവർ തന്നെയാണ്. അങ്ങനെയാണ് കെ.ടി. ജലീലും അബ്ദുൾ റഹ്മാനും പി.വി. അൻവറുമൊക്കെ എം.എൽ.എ ആയി മാറിയതും മന്ത്രിയായതുമൊക്കെ. അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ മലപ്പുറത്ത് ചുമന്ന് തുടുക്കുമായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അത്ഭുതം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നായിരിക്കുകയാണ്. അതിൽ ആരുടെ ഇടപെടലാണ് ഉണ്ടായതെന്ന്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്നാണോ വിട്ടുവീഴ്ച ഉണ്ടായതെന്നോ അറിയില്ല. എങ്കിലും മലപ്പുറത്ത് യു.ഡി.എഫ് സംവിധാനം അതിശക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യു.ഡി.എഫ് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു, ആകെയുള്ള 16 നിയമസഭാ സീറ്റുകളിൽ 16ഉം നേടുമെന്നുള്ളത്. അതിൽ മുസ്ലിം ലീഗാണ് 12 സീറ്റുകളിലും മത്സരിക്കുന്നത്. അതിൽ താനൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി പി.കെ. ഫിറോസ് വെറും 900 വോട്ടിന് തോറ്റതൊഴിച്ചാൽ മുസ്ലിം ലീഗിന് പരാജയമില്ല. പക്ഷേ ആകെ 4 സീറ്റ് ലഭിക്കാറുള്ള കോൺഗ്രസ് 2021-ൽ 3 സീറ്റിലും തോറ്റു. വണ്ടൂരിൽ അനിൽകുമാർ മാത്രമാണ് ജയിച്ചത്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പിടിച്ചു, അത് വേറെ കാര്യം. അങ്ങനെ 4-ൽ 3 സീറ്റുകളും തോൽക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് പ്രവർത്തകരുടെ മനസ്സിൽ വലിയ വിടവുണ്ടാക്കാതെ ശരിയാക്കി എടുത്തതാണ് ഇത്തവണ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നാണ് അറിയുന്നത്. അതിൽ സിറ്റിംഗ് എം.എൽ.എമാരുടെ നിലമ്പൂരിലും വണ്ടൂരിലും സ്ഥാനാർത്ഥി മാറേണ്ടെന്ന ആവശ്യമില്ല. എന്നാൽ കുറെ കാലമായി തോൽക്കാറുള്ള തവനൂരും പൊന്നാനിയും സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ പുറത്തു വരികയാണ്. രണ്ടിലും കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരെയാണ് പരിഗണിക്കുന്നത്. അതിൽ തവനൂരിൽ സന്ദീപ് വാര്യരുടെയും പൊന്നാനിയിൽ കെ.പി. നൌഷാദ് അലിയുടെയും പേരുകളാണ് പറയുന്നത്. മണ്ഡലത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് അവർ പണി തുടങ്ങി എന്ന് തന്നെയാണ് അറിയുന്നതും. ഇത്തവണ തർക്കങ്ങളില്ലാത്ത കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെ അവർക്ക് ഏറെ വിജയം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല സന്ദീപ് വാര്യർ എന്ന നേതാവ് കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടാണ്. തവനൂർ പോലെയുള്ള മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വിജയം സുനിശ്ചിതമാണ്. അതുപോലെ കെ.ടി. ജലീൽ മത്സരിക്കാൻ തയ്യാറായാലും അത് മുസ്ലിം ലീഗിനും ഒരു മധുര പ്രതികാരമാകും. സന്ദീപ് വാര്യർ കേരളത്തിൽ തന്നെ താരപ്രചാരകൻ എന്ന നിലയ്ക്ക് മലപ്പുറത്തിന്റെ മണ്ണിലുള്ള വിജയം കോൺഗ്രസിന് വലിയ ശക്തിയാകും നൽകുക. അതുപോലെ തന്നെയാണ് പൊന്നാനിയും. വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന പൊന്നാനിയുടെ മണ്ണും മനസ്സും കീഴടക്കി കെ.പി. നൌഷാദ് അലി നടത്തുന്ന മുന്നേറ്റം മലപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ഇടത് കോട്ടയെ തകർത്തെറിയണമെന്നത് പലരും സമ്മതിക്കുന്നതാണ്. ഏതായാലും മുസ്ലിം ലീഗും കോൺഗ്രസും ഒരമ്മ പെറ്റ 2 മക്കളാണെങ്കിലും ഒത്തൊരുമയില്ലാതിരുന്ന നിമിഷങ്ങൾ അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടെപ്പിറപ്പുകൾ ഒന്നായാൽ ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത വിജയമായിരിക്കും അവിടെ ഉണ്ടാകുക എന്ന ചരിത്ര സത്യമാണ് ഇത്തവണ മലപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത്. പരസ്പരം ചെളി വാരി എറിയുന്ന നശിച്ച രാഷ്ട്രീയം പഴങ്കഥയായി ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചതോടെ മലപ്പുറം 16-ൽ 16 എന്ന ചരിത്രം കുറിക്കുകയാണ്. ഒപ്പം നിലമ്പൂരും വണ്ടൂരും നിലനിർത്തുകയും പൊന്നാനിയും തവനൂരും പിടിച്ചെടുക്കുകയും ചെയ്യുന്നതോടെ യു.ഡി.എഫിന്റെ ശക്തിയുടെ ഉത്ഭവ കേന്ദ്രമായി മലപ്പുറം മാറുകയാണ്.